നേരത്തെ സുജയെ സൂചിപ്പിച്ച ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഇന്ന് മഹാഋഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോ വിമാനം ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിരുന്നത്, സാധാരണ പൈലറ്റുമാർ ചിലപ്പോൾ അവസാനിപ്പിക്കുന്നത്, യാത്രക്കാർക്ക് ആശംസ നൽകി അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരിക്കുമെങ്കിൽ ഇന്ന് അശുതോഷ് ശേഖർ എന്ന പൈലറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തനിക്കിതൊരു ഭാഗ്യമാണെന്നും ഈ വിമാനം പറത്താൻ കിട്ടിയതിലുള്ള ഭാഗ്യത്തിൽ ഞാൻ നന്ദി പറയുന്നു എന്നും പറഞ്ഞിട്ട് യാത്രക്കാർക്ക് ശുഭയാത്ര നേർന്നു പറഞ്ഞത് ജയ് ശ്രീറാം എന്നുള്ളതാണ്. യാത്രക്കാർ ഒരുമിച്ച് വിളിക്കുകയാണ്, ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്താണത് സൂചിപ്പിക്കുന്നത്? ഇതൊരു മെറ്റഫറാണ്, ഇതൊരു സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു മതരാഷ്ട്രത്തിൻ്റെ ആദ്യ സൂചനയായി നമുക്കിത് കണക്കാക്കാം. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വിമാനം, ഒരു പൈലറ്റ് അതുവരെ ജയ് ഹിന്ദ് എന്ന് മാത്രം വിശേഷിപ്പിച്ച് ആശംസ അർപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് ജയ് ശ്രീറാം എന്ന് അഭിസംബോധനയോടുകൂടി യാത്രക്കാർക്ക് ശുഭയാത്ര നേരുകയാണ്. അതിലെന്താണ് തെറ്റ് എന്ന് ഹിന്ദുക്കളായിരിക്കുന്നവർക്ക് തോന്നാം. അങ്ങനെ തോന്നുക എന്നുള്ളത് സ്വാഭാവികമാക്കി കഴിഞ്ഞു എന്നതാണ് ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലല്ലോ എന്ന ഒരു തോന്നലുണ്ടാക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രോജക്റ്റ്. വിജയിച്ചിരിക്കുന്നു. നമ്മളുടെ പൊതുസമൂഹത്തിൽ, സിവിൽ സൊസൈറ്റിയിൽ അത് അസ്വാഭാവികതയിൽ ഒന്നുമില്ല എന്ന് തോന്നലുണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് എന്നെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇന്നത്തെ റോഡ് ഷോ, പൊളിറ്റിക്കൽ റോഡ് ഷോ നേരത്തെ സ്ക്രിപ്റ്റഡായ ഒരു റോഡ് ഷോ തന്നെയാണ്. അത് കൃത്യമായും പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്ന പ്രോജക്റ്റുകളുടെ കണക്ക് നോക്കൂ. 15,700 കോടി രൂപയുടെ വികസന പ്രോജക്റ്റാണ്. ക്ഷമിക്കണം, അതിൽ അയോധ്യയിൽ മാത്രം 11,100 കോടി രൂപയുടെ വികസന പ്രോജക്റ്റുകളുണ്ട്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട്, 240 കോടി മുടക്കുന്ന അയോധ്യധാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ഏകദേശം 2,400 കോടിയോളം വരുന്ന റോഡുകൾ, ഇതെല്ലാം ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എവിടേക്ക് ഒരുക്കുകയാണ്. എങ്ങനെയാണ്? മക്കയിൽ എങ്ങനെയാണോ അതുപോലെ ഇതാ അയോധ്യ നിങ്ങളുടെ ആത്മീയ തലസ്ഥാനമായി മാറുന്നു എന്ന സൂചനമാണ്. അതുകൊണ്ടാണ് ജ്യോതി തെളിക്കണം. ഒരു പ്രധാനമന്ത്രിക്ക് ഈ 22-ാം തീയതി ഒരു ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യമൊട്ടാകെ മനുഷ്യർ നിന്ന് വിളക്ക് കൊളുത്തണമെന്നും രാമജ്യോതി തെളിയിക്കണമെന്നും അത് ദീപാവലിയെ ആഘോഷിക്കണമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അത് ആ ക്ഷേത്രത്തിൻ്റെ പുരോഹിതനല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. വിധിയിൽ മറ്റൊരു ആരാധനാലയം കൂടിയുണ്ടല്ലോ, മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ്. ആ മസ്ജിദിൻ്റെ നിർമ്മാണ പ്രവർത്തനം എവിടെയായി? ഈ ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടി 22 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ. അത് സ്റ്റേറ്റ് അല്ല ചെയ്യേണ്ടത്, അത് ട്രസ്റ്റാണ് ചെയ്യേണ്ടത്. ഈ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ 22-ാം തീയതി നിങ്ങളുടെ മുന്നിൽ ഒരു ക്ഷേത്രം അതിൻ്റെ എല്ലാവിധമായ ആഡംബര അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി മുന്നിലേക്ക് വരികയാണ്. മറുഭാഗത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം പണി തുടങ്ങിയിട്ട് പോലുമില്ല എന്ന ഒരു അവസ്ഥ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഞാനിതിനെ കാണുന്നത് കൾച്ചറൽ ഏലിയനേഷൻ എന്നുള്ളത് ഏറെക്കുറെ രാഷ്ട്രീയമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് സംഭവിക്കുന്നത് സ്പേഷ്യൽ ഏലിയനേഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരിടത്തിൽ നിന്നൊരു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ അപ്രസക്തമാക്കുകയാണ്. അയോധ്യ എന്നുള്ളത് രാം ജന്മഭൂമിയാണ്, രാം ഭൂമിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള അടയാളങ്ങളാണ്. നേരത്തെ എൻ്റെ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു, ചെറിയ മസ്ജിദുകൾ പോലും റോഡ് നിർമ്മാണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ ആ മസ്ജിദുകളടക്കമെല്ലാം പൂർണ്ണമായും മാറ്റപ്പെടുകയും അവിടെ ജീവിക്കുന്നത് ഈ രാമജന്മഭൂമിയുടെ പ്രജകളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമായി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് എന്താണ് തെറ്റ് എന്നുള്ളത് ചോദിച്ചാൽ ഇത് തെറ്റിൻ്റെ വിഷയമല്ല. ഇത് ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതേതരത്വ രാഷ്ട്രം എന്നുള്ള ഭരണഘടനാ ആശയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരാശയമാണ്. അതാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ നിർവഹിച്ചത്. പക്ഷേ BJPയുടെ കാഴ്ചപ്പാടിൽ, BJPയുടെ പ്രതിജ്ഞാപത്രിക എന്ന അവരുടെ സങ്കല്പ പത്രികയിൽ പറയുന്നതാണ്. അത് നിറവേറ്റിയിരിക്കുന്നു. അത് ഭൂരിപക്ഷം ജനതയും വളരെ ആശ്വസിപ്പിക്കുന്നൊരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ പൊളിറ്റിക്കലായ ക്യാപിറ്റലാണ് എന്ന കാര്യത്തിലും സംശയമില്ല. രാം, റൊട്ടി, റാം, രഞ്ജൻ, ഈ 3 കാര്യങ്ങളാണ് BJP എന്നും അധികാരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത്. ഇതിൽ റാമായി കഴിഞ്ഞു. റൊട്ടി കൊടുക്കാൻ വേണ്ടി ഉജ്ജ്വൽ യോജന അടക്കമുള്ള സ്കീമുകൾ, ഉജ്ജ്വൽ യോജനയുടെ 10ാമത്തെ 10 കോടി ഫ്രീ ഉജ്ജ്വൽ യോജന കൊടുത്തതിലെ 10ാമത്തെ ഉപഭോക്താവിൻ്റെ വീട്ടിലേക്കാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഇന്ന് അപ്രതീക്ഷിതമായിട്ട് എത്തുന്നത്, മീരാ മഞ്ജി. പക്ഷേ അപ്പോഴും ഉജ്ജ്വൽ ഗ്യാസ് സ്കീമിനടക്കം കൊടുത്തിരിക്കുന്ന സബ്സിഡി 3500-ൽ നിന്ന് 840 കോടിയായിട്ട് വെട്ടിക്കുറച്ചതും ഇതേ നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരൊറ്റ സന്ദർശനത്തിലൂടെ ഒരു വാർത്തയുടെ
അവരുടെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. 3550 കോടിയായിരുന്നു 2020-21 ഗ്യാസ് സബ്സിഡിക്ക് അനുവദിച്ചതെങ്കിൽ ഇത് 840 കോടിയായി ചുരുക്കിയതിനെ മീരാ മഞ്ജിയുടെ വീട്ടിലുള്ള സന്ദർശനം വഴി റദ്ദാക്കി കളഞ്ഞിരിക്കുന്നു. ആ പൊളിറ്റിക്കൽ പെർഫെക്ഷൻ, ആ പ്രൊപ്പഗാൻഡ പെർഫെക്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇക്ബാൽ അൻസാരി പൂക്കൾ വിതറിയാണ് ഈ റോഡ് ഷോയിലേക്ക് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. അതാണ് ഹെജിമണൈസ് ചെയ്യുന്ന ആശയം എന്നൊക്കെ നമ്മൾ പറയും. അത് സ്വാഭാവികമായൊരു പ്രക്രിയയായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആർക്കും വിരോധമോ പരിഭവമില്ല. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് സന്ദർശിക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇന്ന് ഈ വിഷയത്തിൽ തർക്കത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർഭാഗ്യകരമായ കാര്യം. അവിടെ അനീതിയുടെ വിധി പുരണ്ടിരിക്കുന്ന ഒരു മണ്ണിലേക്കാണ് ഈ യാത്ര നടക്കുന്നത്. പക്ഷേ എങ്കിലും അത് ഭൂരിപക്ഷം ഹിന്ദുക്കളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച് അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി തീരുമാനമെടുക്കാനുള്ള ഒരു ഘടകമാണ്. കഴിഞ്ഞ തവണ 62 സീറ്റാണ് നേടിയത്. 71 സീറ്റിൽ നിന്ന് 62 സീറ്റായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ തവണ 9 സീറ്റ് നഷ്ടപ്പെട്ടു ഉത്തർപ്രദേശിൽ BJPക്ക് 2019. ഇത്തവണ അത് മറികടക്കാനുള്ള ഒരു സാധ്യത അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുണ്ട്. അയോധ്യ ഒരു വലിയ പിൽഗ്രിം സെൻ്ററായി തീരുന്നു. അതൊരു കോർപ്പറേറ്റ് വികസനത്തിൻ്റെ സിമ്പലാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതൊരു പക്ഷേ വരുന്ന നാളുകളിൽ ഇന്ത്യയുടെ തന്നെ ഒരു ആത്മീയ തലസ്ഥാനം, സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് അയോധ്യ വിജയവഴിയാക്കിയൂ എന്ന ചോദ്യത്തിന് വിജയവഴിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. സ്മൃതി. Meet the editors.